നമസ്കാരം, ദിനേശാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിലെ ഒന്നാങ്കല്ല് ബാബുവേട്ടന്റെ തേനീച്ച ഫാമിലാണ്. ഇവിടെ ഏതാണ്ട് 10-15 കൊല്ലമായിട്ട് ബാബുവേട്ടൻ തേനീച്ച വളർത്തൽ രംഗത്ത് സജീവമാണ്. ഇന്നത്തെ വീഡിയോ പൂർണ്ണമായും തേനീച്ച വളർത്തലിലെ വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളും അറിവുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. കർഷകന്റെ കൃഷിയിടങ്ങളെ എങ്ങനെ ലാഭകരമാക്കാം എന്നുള്ള അനുഭവങ്ങൾ തേടിക്കൊണ്ടുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഏറ്റവും മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്തായാലും ബാബുവേട്ടനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ബാബുവേട്ട, ഫാം മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയാണ് നമ്മുടെ ഈ രംഗത്തുള്ള ഒരു അനുഭവങ്ങൾ? ഏകദേശം ഒരു 10 വർഷത്തിന് മേലെ ആയിട്ട് ഞാൻ ഈ രംഗത്തുണ്ട്. ഈ രംഗത്ത് എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക്, ഇവൻ നമ്മളിവിടെ ഒരുപാട് ആളുകൾ നാട് വിട്ട് വിദേശത്ത് പോകണു. അപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു വിഷയം ജോബ്, ഒരു വൈറ്റ് കോളർ ജോബ് എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ കൃഷി രീതി ഉപേക്ഷിച്ച് വേറൊരു തരത്തിലുള്ള കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റേജാണ് അവർ നോക്കുന്നത്. സോ അവർക്ക് കൂടി പറ്റിയൊരു സംരംഭമാണിത്. അത്യാവശ്യം നമുക്ക് ഫ്രീഡം ഉണ്ട്. അതുമാതിരി തന്നെ നമുക്ക് അത്യാവശ്യം അത്ര ഹാർഡ് വർക്കിന്റെ ആവശ്യമില്ല, സ്മാർട്ട് വർക്കാണ്. അതുപോലെ തന്നെ കുറച്ച് സ്കിൽഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭകരമുള്ള ഒരു ബിസിനസ്സാണ് തേനീച്ച വളർത്തൽ. എങ്ങനെയാണ് ഇത് ശരിയായിട്ടുള്ള തേനാണ് എന്ന് ഒരു ഗുണഭോക്താവ് ഉപഭോക്താവ് വിശ്വസിക്കേണ്ടത്? അത് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമല്ല. വിശ്വസിപ്പിക്കേണ്ട ആവശ്യം എന്നുള്ള സംഭവം വരുന്നില്ല അവിടെ. അറിയാത്ത ആളുകൾ അതിനെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായില്ല? അപ്പൊ നമ്മള് പണ്ടത്തെ ആളുകൾ പറയില്ല, നമ്മള് ഒരു കാര്യം നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ വിമർശിക്കണമെങ്കിൽ പോലും നമ്മൾ അതിനെ ആദ്യം നന്നായിട്ട് പഠിക്കണം. ഇതിപ്പോ നമ്മൾ തേനീച്ച കൃഷി എന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശികമായിട്ട് മാത്രമല്ല, നമ്മുടെ ഹോർട്ടികോർപ്പ് പോലെ അല്ലെങ്കിൽ നമ്മുടെ അപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ്സാണ്. വലിയ ബിസിനസ് ആണെങ്കിൽ വലിയൊരു ഇപ്പൊ നമ്മൾ മറ്റുള്ള കൃഷി ചെയ്യുന്നമാതിരി തന്നെ വലിയൊരു കൃഷിയാണത്. അതിൻ്റെതൊക്കെ സയന്റിഫിക് മെത്തേഡ്സ് ഉണ്ട്. പിന്നെ സമയത്ത് നമ്മൾ ഫീഡിങ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വേനൽക്കാലത്ത് അവർ തേന് കൊണ്ടുവരുന്നത് അവർ കൊണ്ടുവന്ന് കൂട്ടിൽ ശേഖരിച്ച് വെക്കണം. നമുക്ക് വേണ്ടി ശേഖരിച്ച് വെക്കണമല്ല, അവർ മഴക്കാലത്ത് അവർക്ക് വേണ്ടി ശേഖരിച്ച് വെക്കുന്ന തേനാണ് നമ്മൾ ആ സമയത്ത് എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അപ്പം മഴക്കാലം ആകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ആ തേൻ എടുത്ത് പോകണം, അവർക്ക് ഭക്ഷണം ഉണ്ടാവും. അപ്പം നമുക്ക് അവർക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പഞ്ചസാര ലായനി നമ്മൾ കലക്കി ഒരു ജൂൺ ലാസ്റ്റോട് തുടങ്ങി ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ വരെ നമ്മൾ ഫീഡിങ്, ആ മഴക്കാലം പീക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഫീഡിങ് കൊടുക്കും. അപ്പൊ ആളുകൾക്ക് മെയിനായിട്ട് പ്രശ്നം വരുന്നതിൽ പഞ്ചസാര നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അത് ഏകദേശം ഒരു 3 മാസം 4 മാസമാണ് നമ്മൾ കൊടുക്കുക ഫീഡിങ്. അതിന് കാരണം ഇതുകൊണ്ടാണ്, നമ്മൾ തേൻ എടുക്കണോണ്ടാണ്. നമ്മൾ തേൻ എടുക്കാണ്ട് നമുക്ക് തേനീച്ച കൃഷി ചെയ്തിട്ടും കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യുന്നത് നമ്മൾ നല്ല തേൻ എടുത്തിട്ട് അവർക്ക് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ സീസൺ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര പഞ്ചസാര കലക്കി കൊടുത്തിട്ടുണ്ട്, പ്രകൃതിയിൽ തേനായി കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര പഞ്ചസാര കലക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ തൊടില്ല. അവർക്ക് അറിയാം എന്താ സാധനം. അവരവരുടെ ജീവിതത്തിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോ തേനീച്ച കൊടുത്ത ആ ഫീഡിങ് കൊടുത്ത ഈച്ച ഒരിക്കലും സീസൺ ആകുമ്പോഴേക്കും ഉണ്ടാവില്ല. ഞാൻ പറയില്ല, ഒക്ടോബർ വരെ ആകുമ്പോൾ നമുക്ക് സീസൺ ഫീഡിങ് കൊടുക്കണേ. ഒരു തേനീച്ചയുടെ ജീവിത ചക്രം അല്ലെങ്കിൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 60 ദിവസമാണ്. അപ്പൊ നിങ്ങൾ ഒക്ടോബർ നവംബറിൽ നിങ്ങൾ ഫീഡിങ് നിർത്തിയാൽ തന്നെ ജനുവരിയിൽ ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് സീസൺ തുടങ്ങുക. അതുവരെ ആ നിങ്ങൾ ഫീഡ് കൊടുത്ത പെൺതേനീച്ച ഉണ്ടാവില്ല, പുതിയ ഈച്ചയായിരിക്കും. നമ്മൾ തേനീച്ചക്കൂട് നോക്കുമ്പോൾ തേനീച്ചക്കൂടിലത്തെ ഈച്ചകൾ കൂടെ എപ്പോഴും ഉണ്ടാവും അവിടെ, പക്ഷെ അതിലത്തെ ഈച്ചകൾ നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ പഴയ ആളുകൾ പറയില്ല, പുഴ ഒഴുകുന്നുണ്ട്, പക്ഷെ പുഴയിലത്തെ വെള്ളം എപ്പോഴും പുതിയതാണ്. അതേപോലെ തന്നെയാണ് ഈച്ചയുടെ കൂടും. നമ്മൾ നോക്കുമ്പോൾ ഹൈവ് അവിടെയുണ്ട്, കൂടെ അവിടെയുണ്ട്, പക്ഷെ ഈച്ചകൾ സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പഞ്ചസാര കൊടുത്ത ലായനി കൊടുത്ത ഈച്ച പോലും ആ സീസൺ ആകുമ്പോഴേക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എനിക്ക് സത്യം പറഞ്ഞാൽ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ കൃഷി വകുപ്പ് ഒക്കെ ആളുകളെ ഇതിനെ കുറിച്ച് ബോധവൽക്കരിക്കാൻ ഒരുപാട് സെമിനാർ അല്ലെങ്കിൽ ക്ലാസ്സുകൾ നടത്തണം. എന്താണ് തേന്, എങ്ങനെയാണ് ഇതിന്റെ ഉത്പാദനം, ആളുകളുടെ താങ്കൾ പറഞ്ഞ ശരിയാണ്, ആളുകളുടെ പൊതുവായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് പഞ്ചസാര ലായനി കൊടുക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ഒരു പിന്നെ ഇത് ഞങ്ങളുടെയൊക്കെ ഫാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നിന്നൊക്കെ മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് വന്ന് നമ്മുടെ ഹാനിയുടെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യും. പിന്നെ അവരൊന്ന് ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്യുന്നിട്ട് നമുക്ക് അവരുടെ റിസൾട്ട് വരെ നമുക്ക് അയച്ചു തരാം. അവര് എനിക്ക് ഇവിടുന്ന് നമ്മുടെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു, ഈ വർഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞാൽ നമ്മുടെ ഈ ഏരിയയിൽ കിട്ടുന്ന തേൻ ഏറ്റവും ബെസ്റ്റ്. അതായത് നമ്മൾ കുറച്ച് ഹിൽ ഏരിയ ആയതുകൊണ്ട് മോയ്സ്ചറേഷൻ വളരെ കുറവാണ്, നല്ല തിക്കുള്ള നല്ല ന്യൂട്രീഷനുള്ള ഒരു എല്ലാവിധം മൾട്ടി ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഹണിയാണെന്നാണ് നമുക്ക് അവർ തന്ന റിപ്പോർട്ട്.
പിന്നെ പിള്ളേര് ഇപ്പോഴത്തെ ഗവൺമെന്റ് കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ സിലബസിലൊക്കെ തേനീച്ച കൃഷിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പുതിയ വരുന്ന ജനറേഷന് ഇതിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി അവര് സിലബസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ അടുത്തുള്ള കോളേജിൽ നിന്നൊക്കെ പിള്ളേര് നമ്മുടെ അടുത്ത് വന്ന് പഠിക്കാറുണ്ട്. NSS കോളേജ് ML അടുത്തുള്ള സ്കൂളുകൾ അവിടെ നിന്നൊക്കെ വന്നിട്ട് പിള്ളേർ വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് പേഴ്സണലായിട്ട് നമ്മുടെ അടുത്ത് അവർ സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിട്ട് വന്ന് പഠിക്കാറുണ്ട്. ശരി. അപ്പൊ അത് ആളുകളുടെ ഇടയിൽ താങ്കൾ പറഞ്ഞ ആ തെറ്റിദ്ധാരണയാണത്. അത് മാറ്റേണ്ടത് നമ്മൾ കുറച്ച് അതിനെ കുറിച്ച് പഠിക്കുക. ശരിക്കും ഈ ഒറിജിനൽ തേനും, അതായത് തേനും ഈ നിർമ്മിതമായിട്ടുള്ള തേൻ, അതായത് കൃത്രിമമായി ഉണ്ടാക്കുന്ന തേനും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണത്. നിങ്ങൾ ഒറിജിനൽ തേനും ഈ ആർട്ടിഫിഷ്യൽ ഹണി എന്ന് പറയും നിങ്ങളത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവൻ നമ്മുടെ വലിയ അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന കമ്പനികളുണ്ട്, പ്രമുഖ ബ്രാൻഡുകളുണ്ട്. അവരെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഹണിയുടെ എല്ലാം എന്തൊക്കെ എസൻസ് ആണ് അതിനകത്തുള്ള, എന്തൊക്കെ വിറ്റമിൻസ് ആണ് അതിനകത്തുള്ള, എന്തൊക്കെ മിനറൽസ് ആണ് അതിനകത്തുള്ള, അതൊക്കെ ലാബിൽ ഉണ്ടാക്കും. ഈ സാധനം ചൈനയിൽ നിന്ന് ഇറങ്ങുന്ന സുക്രൈൻ സിറപ്പ് ഉണ്ട്, ഷുഗർ സിറപ്പ് ഉണ്ട്. അത് വെച്ച് അവര് ഈ സാധനം ലാബിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇവൻ സാധാരണ ടെസ്റ്റ് കൊണ്ട് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ തേനിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അത് വിശ്വാസമുള്ള ആളുടെ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്നുമറൽ പോലെ ഇന്റർനാഷണൽ ലെവലിൽ ടെസ്റ്റിംഗ് നടത്തണം. പല ബ്രാൻഡുകളും പെട്ടതാണ് അത് ആ ടെസ്റ്റില്. നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ വിൽക്കുന്ന പല ബ്രാൻഡുകളും ആ ടെസ്റ്റില് പെട്ട് എല്ലാ ന്യൂസ് പേപ്പറിലും വാർത്ത വന്നതാണ്. അപ്പൊ ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഹണി എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് കൊടുന്ന് വെച്ചിട്ട് ഞാൻ ഒറിജിനൽ ഹണി നിങ്ങളുടെ അടുത്ത് വെച്ചേക്കുന്നത് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഹണി യൂസ് ചെയ്ത് തന്നെ പറയാം അതാണ് ബെസ്റ്റ് എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് അത്ര അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ അതിന്റെ തിക്നെസ്, അതിന്റെ കളറൊക്കെ ഒരേ സെയിം ആയിരിക്കും. നമ്മളൊരു തേനീച്ച കൃഷി ചെയ്യണം വളർത്തണം ഒരുത്തനും ഒരിക്കലും ഒരേ ടേസ്റ്റിലും ഒരേ കളറിലും ഒരേ തിക്നെസ്സിലും ഹണി കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രകൃതിയിൽ നിന്ന് ഇവര് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ഉണ്ടാക്കണതാണെങ്കിൽ നമുക്ക് ഒരേ സെയിം അച്ചില് അല്ലെങ്കിൽ സെയിം മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കി അതിനെ വേണമെങ്കിൽ സെയിൽ ചെയ്യാം. അപ്പോ അത് നമ്മള് വിശ്വാസമുള്ള ആളുകളിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ. നിങ്ങളുടെ അടുത്ത് തേനീച്ച കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കണതാണ് നിങ്ങൾക്ക് ഏറ്റവും സേഫ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റും. പക്ഷെ നിങ്ങൾ ഒരുപാട് പണിപ്പെടേണ്ടി വരും. അല്ല, ഞാൻ ഈ പല വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് ഈ തേന്, നല്ല തേന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കലർന്നു പോവില്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ആളുകൾ നുറുങ്ങു വിദ്യകളിലൂടെ നല്ല തേനിന്റെയും മോശം തേനിന്റെയും കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അങ്ങനെ വെള്ളത്തിലിട്ട് കുലുക്കിയിട്ട് നാടൻ പ്രയോഗമാണത്. ശരിയാണത്. നമ്മള് ഹണി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണി താഴ്ത്തു പോയി കിടക്കും, വെള്ളം മേലെ നിൽക്കും. പക്ഷെ നമ്മളെങ്ങനെ സാധാരണ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഹണി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേൻ ഒഴിച്ച് കഴിഞ്ഞാൽ അടിയിൽ പോകും. ഈ ആർട്ടിഫിഷ്യൽ ഹണി തേൻ അടിയിൽ തന്നെ പോകും. പക്ഷെ രണ്ട് സംഭവം തന്നെയാണ്, അടിയിൽ പോകും. പക്ഷെ എവിടെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹണി ഒഴിച്ചു വെച്ചിട്ട് നിങ്ങളത് പിറ്റേ ദിവസം കാലത്ത് ഒരു സ്പൂൺ എടുത്തിട്ട് ആ ഹണി, ആർട്ടിഫിഷ്യൽ ഹണി നിങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ നിങ്ങൾ രുചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മധുരം കിട്ടും. ഒറിജിനൽ ഹണി ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾ പിറ്റേ ദിവസം എടുത്തിട്ട് ആ വെള്ളം നിങ്ങൾ അനക്കരുത്, തേൻ അനക്കരുത്. മനസ്സിലായത്? തേനും വെള്ളം അത് ഒരിക്കലും നിങ്ങൾ മിക്സ് ചെയ്യരുത്. അത് തന്നെ മിക്സ് ആവുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഹണി ആയിരിക്കും. അപ്പൊ നമ്മുടെ ഒറിജിനൽ ഹണിയാണെങ്കിൽ നിങ്ങൾ കാലത്ത് വരെ അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിലും മേലത്ത് നിങ്ങൾ വെള്ളം എടുത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വെള്ളത്തിന്റെ രുചി തന്നെ ഉണ്ടാവുള്ളൂ. ആ തേനിന്റെ മധുരം അതിലേക്ക് വരില്ല. നിങ്ങളെ മിക്സ് ചെയ്ത് മാത്രമേ വരുള്ളൂ. അപ്പൊ പക്ഷെ നമ്മൾ റിസൾട്ട് ഉടനടി കിട്ടില്ല. അപ്പൊ നമ്മൾ വെള്ളത്തില് ഈ ആർട്ടിഫിഷ്യൽ ഹണി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ തന്നെ പോകും. അത് ശരിക്കും നിങ്ങൾക്ക് ആ തേനിലത് വെള്ളത്തിലത് മിക്സ് ആയി തന്നെ ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂർ എടുക്കും. അത്ര നേരം ആരെ ക്ഷമിച്ച് നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു വഴിയുണ്ട്. അതൊരു 50% ക്ലിയർ ആയി കിട്ടുന്ന ഒരു വഴിയാണ്. പിന്നെ പല മെത്തേഡ്സും ഉണ്ട്. പേപ്പറിൽ ഒഴിച്ചു നോക്കണ മെത്തേഡ്സ് ഉണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ ഒഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും പേപ്പർ നനയൊന്നുമില്ല. അത് അത്രയും സയന്റിഫിക് ആയിട്ടാണ് കമ്പനിക്കാർ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കണ്ടുപിടിക്കാൻ. പക്ഷെ ഈ വെള്ളത്തിൽ ഒഴിക്കുന്ന കുറച്ചുകൂടി നല്ല വിദ്യയാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യം നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും കാർഷിക സർവകലാശാലകൾ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്ത് അവരുടെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഈ തേനിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞുതരുമോ? തേനും മെയിനായിട്ട് നമുക്ക് ശരിക്കും അതിന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാക്കുകൾ കൊണ്ടൊന്നും കുറച്ച് നേരം കൊണ്ട് നമുക്ക് വിവരിക്കാൻ പറ്റില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളെ പറയാം. തേന് ശരിക്കും നമ്മുടെ കുടലുണ്ടല്ലോ, നമ്മുടെ ഇന്റൻസ് ഉണ്ടല്ലോ, ഇന്റൻസിന്റെ കൊളസ്ട്രോളിന് ഭയങ്കരമായിട്ട് ഒറിജിനൽ ഹണി ആണെങ്കിൽ നിങ്ങൾക്ക് ദിവസം തേൻ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ കുടൽ നല്ല ശുദ്ധിയായിട്ട് കിട്ടും. പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് വണ്ണം കൂടണമെന്നുണ്ടെങ്കിൽ തേനും പൂമ്പോഴായിട്ട് കഴിച്ചെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തടി കൂടാൻ, കുറച്ച് ബോഡി വെയിറ്റ് കൂട്ടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ അങ്ങനെ കഴിക്കാം. തടി കുറയ്ക്കാൻ ഹണിക്ക് ഒരുപാട് മൾട്ടിപ്പിൾ യൂസ് ആണ്. അത് നമ്മൾ എന്തിന്റെ കൂടെ യൂസ് ചെയ്യണം ആ ഗുണമാണ് നിങ്ങൾക്ക് തരിക. ഇപ്പൊ നിങ്ങള് ചെറുനാരങ്ങയുടെ കൂടെ ചെറിയ ചുടുവെള്ളത്തിൽ അത് ദിവസം ഒരു 3-4 നേരം എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് മുഴുവൻ അഴിച്ചുമാരി നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം കുറച്ചു കൊണ്ടുവരും. പിന്നെ നല്ല ഉറക്കം കിട്ടണമെങ്കിൽ രാത്രി പാലിന്റെ കൂടെ
കുറച്ച് ഷുഗർ ഇല്ലാണ്ട് ഹണി ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ, പിന്നെ ഹണി ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഒരു 60 ഡിഗ്രി ചൂടുള്ള ഒരു പദാർത്ഥത്തിലും, പാലാണെങ്കിൽ തന്നെ ചൂടാറിയതിനു ശേഷം ഒരു മൈൽഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഓക്കെ, ഹൈ ടെമ്പറേച്ചറിൽ ഒരിക്കലും ഹണി ഉപയോഗിക്കരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് കട്ടൻ ചായയിലൊക്കെ ചായയിലൊക്കെ ഇത് തേൻ ഉപയോഗിച്ച് കഴിക്കും. അത് ശരിക്കും പോയ്സണായി മാറും ഹണി. ഒരു 60% താഴെ ചൂടുള്ള പദാർത്ഥങ്ങളിൽ മാത്രമേ ഹണി പായസത്തില്, ചില ആളുകൾ പായസത്തിലൊക്കെ തേൻ ഒഴിക്കും. പായസത്തിലൊന്നും ഉപയോഗിക്കാൻ ഒഴിക്കാം നിങ്ങൾക്ക്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറിയിട്ട് നിങ്ങൾക്ക് ഒഴിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. തേൻ ഒഴിച്ച് പാചകം ചെയ്യരുത്. ഏറ്റവും ബെസ്റ്റ് വേ തേൻ ഉപയോഗിക്കാനുള്ളത്, നിങ്ങൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ ഷുഗർ ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഹണി ആഡ് ചെയ്യാം. അത് പെർഫെക്റ്റ് ആയിട്ടുള്ള വേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടന്റ്, ആ ജ്യൂസ്, ആ ഫ്രൂട്ട് ഉണ്ടാവാനു മുമ്പ് അതൊരു വേറൊരു പ്രോസസ്സിലായിരുന്നു, ഒരു ഫ്ലവറിന്റെ പ്രോസസ്സിലായിരുന്നു. ആ ഫ്ലവറിലുള്ള കണ്ടന്റാണ് ഈ തേനിലുള്ളത്. അപ്പൊ ഈ രണ്ടും കൂടി കറക്റ്റ് ആയിട്ടുള്ളൊരു മിക്സറാണ് നിങ്ങളുടെ ശരീരത്തിന് കിട്ടുക. അപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ, പിന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ബ്രെഡിന്റെ കൂടെയൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവൻ യൂറോപ്പിലൊക്കെ ഏകദേശം 20% അവരുടെ ഫുഡില് അവർ ഹണി, യൂറോപ്യൻസും അറബിൻസും അവരുടെ ഫുഡില് ഹണി ആഡ് ചെയ്യുന്നുണ്ട്. ഹണിയുടെ മെയിൻ ആയിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് പ്രകൃതിയിലുണ്ടാകും ഈ ഹണി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും പറ്റില്ല. അത് തേനീച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് കിട്ടുന്ന ആ പൂന്തേൻ അവരുടെ ശരീരത്തിലേക്ക് ശേഖരിച്ച് അവർ വയറിൽ, സ്റ്റൊമക്കിലേക്ക് റിസീവ് ചെയ്തിട്ട്, അതിനുശേഷം ആ സ്റ്റൊമക്കിൽ കിടന്നിട്ട് അവരുടെ ശരീരത്തിലുള്ള എൻസൈമുകൾ, അവരുടെ ശരീരത്തിലുള്ള ഹോർമോണുകൾ, ഇതൊക്കെ കൂടി ചേർന്ന് ഒരു ദ്രാവകമായിട്ട് അത് മാറും. അപ്പോഴാണ് ശരിക്കും അത്, എന്നിട്ട് അവരുടെ കൂട്ടിൽ കൊടുന്ന് വെച്ച് ഏകദേശം അവരുടെ ചിറക്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും തേനീച്ചയുടെ ചിറക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പീഡ് ഭയങ്കരമായിരിക്കും, ഹെലികോപ്റ്റർ പോലെയാണ് അതിന്റെ ചിറക്. ആ ചൂടിൽ അതിന്റെ ബാഷ്പങ്ങൾ, അതായത് നീരാവിയാക്കിയിട്ട് അതിന്റെ അതിലുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടല്ലോ അത് മുഴുവൻ മാറ്റിയിട്ട്, അപ്പോഴാണ് ശരിക്കും തേനാവുള്ളൂ. ഇപ്പൊ നമ്മളും വാഴയുടെ പൂന്നൊക്കെ നമ്മൾ തേൻ കുടിക്കാറുണ്ട്, പക്ഷെ അതൊരിക്കലും തേനാവില്ല. അതായത് അത് പൂവിൽ നിന്ന് കിട്ടുന്ന ഒരു മധുരം മാത്രമേ ഉള്ളൂ. അതിനെ തേനാക്കാൻ തേനീച്ചയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോ പിന്നെ നമ്മൾ അറിയാതെ അത് ഒരുപാട് എൻസൈമുകൾ, ഒരുപാട് വിറ്റാമിൻസ്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി തരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണ്. അമിത ഉപയോഗം നല്ലതല്ല. ഒരു 15 ഗ്രാം 20 ഗ്രാം ദിവസം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ഒരു ദിവസം ഒരു 1/2 ലിറ്റർ കുടിച്ച് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കരുത്. ദിവസം റെഗുലർ ആയിട്ട് ഒരു മെഡിസിൻ പോലെ ഒരു 15 ഗ്രാം 20 ഗ്രാം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഈ തേനെ കേടുകൂടാതെ എത്ര വർഷം വരെ ഇരിക്കും? തേന് അങ്ങനെ എക്സ്പയറി ഡേറ്റ് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈജിപ്തിൽ ആ മമ്മി വിളിച്ചപ്പോൾ കണ്ടിരുന്നു, അതിനകത്ത് 3000 വർഷം പഴക്കമുള്ള തേന് കണ്ടിരുന്നു. തേന് ഒരിക്കലും എക്സ്പയറി ആവില്ല. പിന്നെ അതിന്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അത് കട്ടിയാവും, ക്രിസ്റ്റലാവും. അപ്പൊ ഈ ആളുകൾ പൊതുവെ ഒരു തേന് വാങ്ങിച്ചുകൊണ്ടിട്ട് 6 മാസം 7 മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്റ്റൽ ആയി പോകും, കട്ടിയായി പോകും. അപ്പൊ പിന്നെ ആളുകൾ പറയാം അതെന്ന് വെച്ചാൽ പഞ്ചസാരയാണ്, അത് കൽക്കലം വേണ്ട, അത് ഒറിജിനൽ തേന. സാധാരണയേക്കാൾ കൂടുതൽ കൊഴുപ്പ് അനുഭവപ്പെടും. അതന്നെ, മേലെയുള്ള ലെയർ ലിക്വിഡുമായി നിൽക്കുക, അടിയിലുള്ള ലെയർ അങ്ങനെ സ്റ്റോളായി, അതായത് സോളിഡ് ആയി മാറും ചെയ്യും. അത് അതിന്റെ നാച്ചുറൽ പ്രോസസ് ആണ്. നിങ്ങൾക്ക് ഒരു കമ്പനി ഹണി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും തേനല്ല, അതുകൊണ്ടാണ്. എക്സ്പയറി ഡേറ്റ് ഇല്ല. എക്സ്പയറി ഡേറ്റ് ഇല്ല. ശരിക്കുള്ള തേനിന് എത്ര കാലം വേണമെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കരുത്, നോർമൽ ടെമ്പറേച്ചർ. ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, തേൻ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. എന്തുകൊണ്ടാണ്? തേൻ ഇരിക്കുന്ന സ്ഥലത്തെ ആ അന്തരീക്ഷത്തിന് അത് ആഗിരണം ചെയ്യും. നിങ്ങൾ തേൻ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് ആയിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് തന്നെ ഐസായി മാറി കൽക്കണ്ട് മാറിയാവും. തേൻ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. മറ്റുള്ള നോർമൽ ടെമ്പറേച്ചർ, നമ്മുടെ പ്രകൃതിയുടെ ടെമ്പറേച്ചറിൽ ഒരിക്കലും സൂക്ഷിക്കാം നമുക്ക്. ഈ രംഗത്തേക്ക് ഒരു പുതിയ കർഷകൻ വരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? ഇത് ഒരുപാട് ഇനി വരുന്ന തലമുറയിലെ ഒരുപാട് ചാൻസ്, ആളുകൾ ഹെൽത്തിനെ കുറിച്ച് നല്ല അവയർനെസ് ആയിക്കൊണ്ട് വന്നിട്ട് തലമുറയാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആളുകൾ ശരിക്കും ഇത് ഉപയോഗിക്കാത്തത്. കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇപ്പൊ ആളുകൾക്ക് സാമ്പത്തിക രംഗത്തൊക്കെ സാമ്പത്തികമായിട്ട് ഒരുപാട് ഇപ്പോൾ പുരോഗതി ഉണ്ട്, ആളുകളുടെ അടുത്ത് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തേൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ പ്രകൃതിയിലെ ഇഷ്ടം പോലെ, നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുപാട് നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സാധനമാണ് തേൻ. അതുകൊണ്ട് ഇതിന്റെ ഉപയോഗം കൂടിയിട്ടുണ്ട്. സാധാരണക്കാരന് താങ്ങാവുന്ന വിലയ്ക്ക് ഇത് ലഭ്യമാവുകയാണെങ്കിൽ ആളുകളൊക്കെ നല്ല കൂടുതലായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതിന്റെ കൂടുതൽ ആവശ്യം വരും. അപ്പോൾ ഇതിലേക്ക് പുതിയ കർഷകർ വരികയാണെങ്കിൽ അവർക്ക് നമ്മൾ ഒരുപാട് ആളുകൾ വിദേശത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊരു 200 ബോക്സ് അല്ലെങ്കിൽ ഒരു 150 ബോക്സ് വെച്ചിട്ട് ഒരു ബീ കീപ്പിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏകദേശം ഒരു മാസം എങ്ങനെ പോയെങ്കിലും 60,000 രൂപയുടെ മേലെ 50,000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ഇൻകം ഷുവറാണ്.
കുറച്ച് സമയം എടുക്കും. നിങ്ങൾ അതിൽ എസ്റ്റാബ്ലിഷ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. ക്ഷമ, അതുമാതിരി തന്നെ കുറച്ച് എന്താ പറയുക, ഉത്സാഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റിയൊരു കൃഷിയാണ്. മറ്റുള്ള കൃഷിനെ പോലെ നിങ്ങൾക്ക് അത്രയും മുതൽ മുടക്ക് ഒരു ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ അതിന് ശേഷം നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള ലേബർ ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. എങ്ങനെയുള്ള പ്രദേശത്താണ് നമുക്ക് ഈ തേനീച്ച വളർത്തൽ ആരംഭിക്കാൻ കഴിയുക? തേനീച്ച വളർത്താൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങ്, റബ്ബർ, മാവ്, കശുമാവ് അങ്ങനെയുള്ള തെങ്ങെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങ് നമുക്ക് സ്ഥിരമായിട്ട് പൂ തരാം. എല്ലാ മാസത്തിലും പൂ തരുന്ന ഒരു വൃക്ഷമാണ് തെങ്ങ്. ഇപ്പൊ റബ്ബർ, മാവ് എന്നൊക്കെ നമുക്ക് സീസണിൽ മാത്രമേ നമുക്ക് പൂ ഉണ്ടാവുള്ളൂ. അപ്പൊ തെങ്ങുള്ള സ്ഥലവും റബ്ബറുള്ള സ്ഥലം കൂടി ചോയ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പൊള്ളൻ, അതായത് പൂമ്പൊടി ഇവർക്ക് എല്ലാ മാസം ഇവർക്ക് പൂമ്പൊടി വേണം. പൂമ്പൊടി നമുക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുത്ത് കൃഷി ചെയ്താൽ മുതലാവില്ല. അപ്പോൾ കുറച്ച് തെങ്ങും കുറച്ച് റബ്ബറും കുറച്ച് മാവും ഉള്ള സ്ഥലം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഫോറസ്റ്റ് ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, കുറച്ച് ചെറിയ ചെറിയ ചെടികൾ, അവർക്ക് പൂമ്പൊടിക്കാണ് ഈ സമയത്ത് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അത് സുഖമായിട്ട് നമുക്ക് പിന്നെ നമ്മൾ ചെയ്യേണ്ട സാധനം, ഒരു 50 ബോക്സ് കൊണ്ടായിട്ട് ഒരു ഏരിയയിൽ ഇടരുത്. ഒരു 15 ബോക്സ് 20 ബോക്സ് ഒരു ഏരിയയിൽ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തിന്റെ ഒരു ഏക്കർ പറമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു 10-20 ബോക്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ അതിന് ശേഷം നമ്മളൊരു 1/2 കിലോമീറ്റർ അതായത് 500 മീറ്റർ മാറിയിട്ടാണ് അടുത്തൊരു 15 ബോക്സ് വെക്കാൻ പാടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സീസണിൽ ഇവർക്ക് ഹണി സോഴ്സസ് വേണം. ഇവർക്ക് പോയിട്ട് അത്രയും ദൂരം പോയിട്ട് ഹണി എടുക്കണമെങ്കിൽ ഇവരെല്ലാം കൂടി നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു 1/2 കിലോമീറ്റർ ഡിഫറൻസിൽ നിങ്ങൾ ഒരു 15 ബോക്സ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഉള്ള തേൻ ഉറപ്പാക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും തേനും പൂമ്പൊടി, എല്ലാവർക്കും തേനും പൂമ്പൊടി കൊടുക്കണം. പൂമ്പൊടി ഉറപ്പാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഇപ്പോ ഈ 1.5 ഏക്കറും അല്ലെങ്കിൽ 1/2 ഏക്കറൊന്നും സ്ഥലം ഇല്ലാത്തവർക്ക് ഈ തേനീച്ച വളർത്താൻ പറ്റുമോ? തേനീച്ച സ്വന്തമായി സ്ഥലം ഇല്ലാത്തവർക്ക് തേനീച്ച വളർത്താൻ നമുക്കൊരു ടെറസ് വീടുണ്ടായാൽ മതി. അതിന്റെ റൂഫിൽ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 5 സെന്റ് സ്ഥലം, 2 സെന്റ് സ്ഥലമുള്ള അതിലൊരു 10 ബോക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ മേലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തേനീച്ചയ്ക്ക് ബൗണ്ടറികളൊന്നും ഇല്ല. അവർക്ക് അറിയില്ല ഇത് അപ്പുറത്തെ സ്ഥലം ഇന്ന ആളുടെയാണ്, ഇപ്പുറത്തെ സ്ഥലം ഇന്ന ആളുടെ ആളുകളില്ല. അവർക്ക് വേലികളൊന്നും ഇല്ല. അവര് എല്ലായിടത്തേക്കും പോകും. നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാട്ടം 3-4 കിലോമീറ്റർ വരെ പോകും. പിന്നെ നിങ്ങൾ ചെയ്യണോണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഗുണം, നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടത്തിൽ എല്ലാവർക്കും ഗുണമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള തെങ്ങ്, കവുങ്ങ്, മാവ്, കശുമാവ്, പ്ലാവിൽ പരാഗണമില്ല. തെങ്ങ്, കശുമാവ്, മാവ് ഇതിലൊക്കെ കൂടുതൽ പരാഗണം നടക്കും. അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ കായ്ഫലം കിട്ടും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യണത് ശരിക്കും സത്യത്തിൽ പറഞ്ഞാൽ ഒരു സാമൂഹ്യ സേവനം കൂടിയാണ്. നിങ്ങൾ ഇത് കൂടെ ചെയ്യണത് പ്രകൃതിക്ക് ഒരു സംരക്ഷണം കൂടിയാണത്. ഇപ്പൊ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, അതായത് bees disappear from the surface of the earth, it will not survive in 5 years. അതായത് 5 വർഷത്തിന്റെ ഉള്ളില് തേനീച്ചകൾ മുഴുവൻ ഭൂമിയുടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കൂടി നമുക്ക് ഭൂമി സർവൈവ് ചെയ്ത് നിൽക്കുള്ളൂ. അത്രയും വലിയൊരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരാഗണം എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഭവം അവർ പ്രകൃതി തന്നെ ഉണ്ടാവില്ല. അതെ, പ്രകൃതി തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത്രയും വലിയൊരു കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൈലന്റ് ആയിട്ടുള്ള വിപ്ലവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവര്. ഇപ്പൊ ഒരു 10 പെട്ടി വെച്ച് ആദ്യമായി ഈ തേനീച്ച കൃഷി അല്ലെങ്കിൽ തേനീച്ച വളർത്താം എന്ന് വിചാരിച്ചു വരുന്നവർക്ക് എത്ര രൂപ ഏകദേശം ചെലവാകും? ഇപ്പോഴത്തെ നമ്മുടെ ഏകദേശം ഒരു കണക്ക് പ്രകാരം ഒരു ബോക്സ് ഈച്ചും ബോക്സും കൂടി നമുക്ക് 2000 രൂപ, സ്റ്റാൻഡ് അടക്കം 2200 രൂപ. അപ്പൊ ഒരു 10 ബോക്സ് എന്ന് പറയുമ്പോൾ 20,000 രൂപയുടെ ഉള്ളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരും. പക്ഷെ അത് ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് അത് വർഷങ്ങളോളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ അതിന്റെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു 15 കൊല്ലം 20 കൊല്ലത്തേക്കുള്ള ഒരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. എങ്ങനെ പോയാലും ഒരു ബോക്സിൽ നിന്ന് എത്ര മോശമാണെങ്കിലും സീസൺ ഒരു 4 കിലോ ആവറേജ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ സീസൺ നല്ല സീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് 10 കിലോന് മേലെയും കിട്ടും. അത് സീസൺ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വേനൽക്കാലം, അത്യാവശ്യം നല്ലൊരു മഴയും വേനലും കൂടി നന്നായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു വർഷമാണെങ്കിൽ ഒരുവിധം 10 കിലോന് മേലെ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ഒരു 10 ബോക്സ് ഉണ്ടെങ്കിൽ 100 കിലോ മേലെ നല്ല സീസണാണെങ്കിൽ നിങ്ങൾക്ക് ഹണി കിട്ടും. നല്ല അനുഭവങ്ങളുണ്ടാവും, മോശം അനുഭവങ്ങളുണ്ടാവും. അതില് നമുക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും മോശം അനുഭവം എന്താ? 2 വർഷം മുമ്പ് എനിക്ക് കോളനികൾക്കൊക്കെ അസുഖം വന്നിരുന്നു. ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണെന്നാലും പറയും. വന്നത്തേന്ന് സർവകലാശാലയിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, അവിടുത്തെ സയന്റിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റാവുന്ന തേനീച്ച കൃഷിയിലത്തെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽറ്റി അത് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂടുകളിലൊക്കെ ബാധിച്ച് പിടിക്കും. അതിന് പ്രത്യേകിച്ച് മരുന്ന് നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് അത് അതേ പറഞ്ഞ അതിനകത്ത് കുറച്ച് നന്നായിട്ട് പരിചയം വേണം തേനീച്ച കൃഷി ചെയ്യുമ്പോൾ. ആ
പരിചയത്തിൽ നമ്മളെ ഇൻഫെക്റ്റ് ആയിട്ടുള്ള ബോക്സുകൾ വേറെ സ്ഥലത്തേക്ക് ഈ നമ്മുടെ ബി ബോക്സ് മറ്റുള്ള ബോക്സുകളിൽ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പരിപാടി. അതൊരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ കണ്ടുപിടിച്ച് മാറ്റി നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതാണ് നമ്മൾ തേനീച്ച കൃഷിയിൽ വന്നിട്ടുള്ള ഏറ്റവും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം മുഴുവൻ മറ്റുള്ള നമ്മുടെ അടുത്ത ബോക്സ് ഇൻഫെക്റ്റ് ആയിട്ടുള്ള ബോക്സിന്റെ അടുത്തിരിക്കുന്ന ബോക്സിലേക്കും ഇത് പതുക്കെ. എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ വരാൻ കാരണം? ബാക്ടീരിയ ആണ്. ബാക്ടീരിയ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവര് ഈച്ചകളല്ലേ, ഇവര് ഒരേ പൂവും തന്നെ പോയിട്ടായിരിക്കും പൂമ്പൊടി എടുക്കണ്ടാവുക. അപ്പൊ ഈ ഈച്ചകളുടെ കാലിൽ ഈ ബാക്ടീരിയ ഉണ്ടാവും. ആ പൂ തന്നെ പോയിട്ട് അടുത്ത ഈച്ചയും പോയിട്ട് പൂ കൊടുക്കും. അപ്പൊ അത് അങ്ങനെ പരസ്പരം എല്ലാ കൂട്ടിലേക്കും. അങ്ങനെ വരുമ്പോ എന്താണ് സംഭവിക്കണേ? ഈ ഈച്ചകൾ നശിച്ചു പോകണോ? ഈച്ചകൾ നശിക്കല്ല, അതായത് റാണി ഇതിനകത്ത് കേജിനകത്ത് മുട്ട അടിക്കില്ല. ആ മുട്ട വളർന്ന് ഈച്ചയാവാതെ അത് അങ്ങനെ തന്നെ ഒരു പരിവായി കഴിയുമ്പോൾ അളിഞ്ഞു പോണ ഒരു അവസ്ഥ വരും. അതാണ്, അത് ഈച്ചയായി പരിണമിക്കാതെ സമാധിയിൽ ഇരുന്ന് അഴുകിപ്പോ. ശരി ശരി, അതാണ് സംഭവിക്കുക. അപ്പൊ അതൊരു ഡിഫിക്കൽട്ടി. കോളനികൾ തന്നെ നഷ്ടപ്പെടുകയാണ്. അതൊരു ഡിഫിക്കൽട്ടി ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് നമുക്ക് അതിനെ പരിഹാരവും. ശരി ശരി ശരി, അതാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി. പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ അത് പിന്നെ എല്ലാ കൃഷിയിലും നമുക്ക് ഉണ്ടാവും. ചില സീസൺ നമുക്ക് അനുകൂലമായിരിക്കില്ല. വേനലിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന തേനിന്റെ അളവ് വളരെ കുറയും. നമ്മളിപ്പോ ചെറുതേൻ ചെയ്യുന്നുണ്ടോ? ചെറുതേൻ നമുക്ക് ഉണ്ട്. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നില്ല. അത് അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയല്ല. ലിമിറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം കിലോന് 3000 രൂപ റേറ്റ് വരുന്നുണ്ട്. പോഷകമൂല്യം കൂടുതലാണോ? പോഷകമൂല്യം കൂടുതലാണ്. അത് നമുക്ക് ചെറിയ ചെറിയ പുഷ്പങ്ങളുണ്ടല്ലോ, നമ്മുടെ തുമ്പ, തുളസി, അങ്ങനെയുള്ള ഇവരുടെ ശരീരം കുറച്ചുകൂടി വലുതായതുകൊണ്ട് അവർക്ക് അതിന്റെ അകത്ത് കയറി പോവാൻ, ഈ പുഷ്പങ്ങളുടെ ഉള്ളിലേക്ക് കയറി തേനെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് ചെറുതേനിച്ച് അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ കയറി തേനെടുക്കും. പിന്നെ അവര് ഏകദേശം ഒരു 100-200 മീറ്റർ ഹൈറ്റിൽ അവര് പറക്കില്ല. അവർക്ക് താഴത്തുള്ള ചെറിയ പുഷ്പങ്ങളിൽ നിന്ന് മാത്രമേ തേനെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഔഷധമൂല്യം കൂടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ ബോക്സിൽ നമുക്ക് 6 കിലോ, 7 കിലോ, 10 കിലോ കിട്ടുമ്പോൾ അത് 100 ഗ്രാം, 50 ഗ്രാം അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ലഭ്യത കുറവ് അതേ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറവും പോഷകമൂല്യം കൂടുതലും. അപ്പൊ അതുകൊണ്ടാണ് അതിനകത്ത് റേറ്റ് വരുന്നത് അല്ലേ? കഴിഞ്ഞ 15 വർഷക്കാലത്തെ തേനീച്ച വളർത്തൽ രംഗത്തെ വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങളും അറിവുകളുമാണ് ബാബുവേട്ടൻ നമുക്ക് വേണ്ടി ഫാമിംഗ് മലയാളത്തിന് വേണ്ടി പകർന്നു നൽകിയിട്ടുള്ളത്. ബാബുവേട്ടൻ ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഈ തേനീച്ച വളർത്തൽ രംഗത്തെ കുറിച്ച് പഠന ആവശ്യത്തിന് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ബാബുവേട്ടനെ ബന്ധപ്പെടുകയാണെങ്കിൽ ബാബുവേട്ടന്റെ തേനീച്ച വളർത്തൽ രീതികളെ കുറിച്ച് അറിയാൻ കഴിയും. നേരിട്ട് വരികയാണെങ്കിൽ അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അറിയാൻ വേണ്ടി കഴിയും. വിവിധങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ദൈനംദിനം സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് ബാബുവേട്ടന്റെ ഈ പറയുന്ന തേനീച്ച വളർത്തൽ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫാമുകൾ. അപ്പോൾ തേനിനോ മറ്റാവശ്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ സംശയങ്ങൾക്കൊക്കെ വേണ്ടി ബാബുവേട്ടനെ വിളിക്കാം. ബാബുവേട്ടൻ നമ്പർ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. മറ്റൊരു മികച്ച വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.